ആലുവ മൂന്നാർ രാജപാത ആക്ഷൻ കൗൺസിലിന്റെ അടിയന്തര എക്സിക്യൂട്ടീവ് യോഗം നാടുകാണി സെന്റ് തോമസ് ചർച്ച് ദേവാങ്കണത്തിൽ വെച്ച് നടന്നു. ഈ വരുന്ന 23-ാം തീയതി പകൽ 10 മണിക്ക് കോതമംഗലം PWD ഓഫീസ് പിക്കറ്റ് ചെയ്യുവാൻ തീരുമാനിക്കുകയുണ്ടായി. ആലുവ മൂന്നാർ രാജപാതയുടെ പുനർനിർമ്മാണവുമായി ബന്ധപ്പെട്ട നിരവധി സമരങ്ങളും നിരവധി ആവശ്യങ്ങളുമൊക്കെ കുറെ കാലമായിട്ട് ഇവിടെ ഉയരുന്നുണ്ട്. ഹൈക്കോടതിയിൽ പല കേസുകൾ നടക്കുന്നുണ്ട്. ഇതിൻ്റെയൊക്കെ വെളിച്ചത്തിൽ റവന്യൂ ഡിപ്പാർട്ട്മെന്റ്, PWD ഡിപ്പാർട്ട്മെന്റ്, വനം വകുപ്പ് എന്നിവർ ചേർന്ന് ഒരു സമഗ്ര റിപ്പോർട്ട് തയ്യാറാക്കി സംയുക്ത റിപ്പോർട്ടായി സമർപ്പിക്കണമെന്ന് കോടതി നിർദ്ദേശമുണ്ടായിരുന്നു. പക്ഷേ നാളിതുവരെയായിട്ടും പരിശോധന പൂർത്തിയാക്കേണ്ട രീതിയിൽ പൂർത്തിയാക്കിയിട്ടില്ല. സമഗ്രമായൊരു റിപ്പോർട്ട് കൊടുക്കാനായിട്ട് ബന്ധപ്പെട്ടവർ തയ്യാറായിട്ടില്ല. അത് വാങ്ങാനായിട്ട് ബന്ധപ്പെട്ട അധികാരികളും തയ്യാറായിട്ടില്ല. ആലുവ മൂന്നാർ രാജപാത എന്ന് പറയുന്നത് കാട് വെട്ടിത്തെളിച്ച് ഉണ്ടാക്കാനുള്ള ഒരു പാതയെക്കുറിച്ചല്ല ഞങ്ങൾ പറയുക. നൂറ്റാണ്ടുകളായി ഇതൊരു പൈതൃകത്തിന്റെ ഭാഗമാണ്, കോതമംഗലത്തിന്റെ പൈതൃകത്തിന്റെ ഭാഗമാണ്. ഈ ഒരു പൈതൃക പാത, ഇവിടെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന പാത നമുക്ക് കിട്ടുക എന്നുള്ളത് നമ്മുടെ ഒരു ആവശ്യമാണ്. അതിനുവേണ്ടി നിരവധി ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. പലതും പലതരത്തിൽ മുൻപോട്ട് പോയിട്ടുണ്ട്. ഈ ഒരു കാലഘട്ടത്തിൽ, കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് നമ്മുടെ നാട്ടിലെ ജനാധിപത്യ മുന്നണികൾ അവർ പ്രകടന പത്രികയിൽ പോലും ഉൾപ്പെടുത്തിയ കാര്യങ്ങളാണ്. പക്ഷേ വേണ്ട രീതിയിലുള്ള കാര്യങ്ങളിലേക്ക് ഇതുവരെ എത്തപ്പെട്ടിട്ടില്ല. ഇതിന് നടപടികൾ ഉണ്ടാകുന്നില്ലെങ്കിൽ ശക്തമായ സമരപരിപാടികളുമായിട്ട് മുൻപോട്ട് പോകാൻ വേണ്ടി ആക്ഷൻ കൗൺസിൽ തീരുമാനിച്ചിട്ടുണ്ട്. വരുന്ന ആളുകളിൽ വളരെ ശക്തമായ നിലപാടുകളുമായി ആക്ഷൻ കൗൺസിൽ രംഗത്തേക്ക് ഇറങ്ങുകയാണ്. അപ്പോൾ അതിനകത്ത് എല്ലാവരുടെയും പിന്തുണയും സഹകരണവും ഉണ്ടാകണമെന്ന് സ്നേഹപൂർവ്വം അപേക്ഷിക്കുകയാണ്. ഗവൺമെന്റിനോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, ഞങ്ങൾ ആവശ്യപ്പെടുന്നത് പുതിയൊരു പാത വെട്ടിത്തെളിക്കാനോ കാട് കീറിമുളിക്കാനോ അല്ല ഞങ്ങൾ പറയുക. മറിച്ച് ഇത് കോതമംഗലത്തിന്റെ പൈതൃക പാതയായ കോതമംഗലത്തിന്റെയും മൂന്നാറിന്റെയും മാങ്കുളത്തിന്റെയും ഒക്കെ വികസനത്തിന് വലിയ മാർഗദീപമാകുന്ന ഈ പാത തുറന്നു തരണം എന്ന് തന്നെയാണ്. ഇത് നൂറ്റാണ്ടുകളുടെ പൈതൃകമുള്ള ഒരു പാതയാണ്. ഇത് തുറന്നു തരുന്നത് കോതമംഗലത്തിന്റെ സംസ്കാരത്തോടും ഈ നാടിന്റെ ജീവിതത്തോടും ഒക്കെയുള്ള സർക്കാർ ചെയ്യേണ്ട ഒരു ഉത്തരവാദിത്വമാണ്. അതിൽ വീഴ്ച വരുത്താനായിട്ട് പാടില്ല. ജനങ്ങളെ കബളിപ്പിക്കുന്ന, ജനങ്ങളെ വഞ്ചിക്കുന്ന വനം വകുപ്പിന്റെ നിലപാടുകളോട് സർക്കാർ കൂടെ നിൽക്കരുത്. ആർജവത്വത്തോടു കൂടി വിഷയത്തിൽ സർക്കാർ ഇടപെടണമെന്നുള്ളതാണ് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത്.